വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു കുക്കിംഗ് ഒന്നല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചാവക്കാട് ഫാം വില്ലയിൽ പോയൊരു വീഡിയോ ഉണ്ടായിരുന്നു. കുറച്ച് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ്. നമ്മളത് അന്ന് എനിക്കിതുപോലെ ജലദോഷം പനിയൊക്കെ വന്നിട്ട് ഇടാൻ വേണ്ടിയിട്ട് പെൻഡിങ്ങിൽ വെച്ചിരുന്നു. പിന്നെ ഇട്ടില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നി ഇടാൻ. നമ്മൾ കുറേ കാലം മുന്നേ ചെയ്ത കാര്യം നമുക്ക് ഒന്നും കൂടി കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ ഒരു വ്ളോഗ് എടുത്തിട്ടുള്ള വലിയ ശീലമൊന്നും ഇല്ല കേട്ടോ. എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്യുന്നു മാത്രം. അങ്ങനെ ഇത് ശരിക്കും ഒരു ഓണത്തിൻ്റെ സമയത്തായിരുന്നു ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ. ഏതായാലും വെറുതെ ഇരിക്കില്ല, നമുക്ക് ഇവിടെ പോകാൻ. അതെന്ന് വെച്ചെങ്കിൽ എൻ്റെ മോനാണ് പറഞ്ഞത്, അവന് ഭയങ്കര ഇഷ്ടം. ഒരു പ്രാവശ്യം സ്കൂളിൽ നിന്ന് അവരെന്നെ കൊണ്ടുപോയിട്ടേ ഇഷ്ടപ്പെട്ടിട്ട് പോയതാണ്. അതേ അച്ഛൻ ഓന്തിനൊക്കെ മേൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അമ്മ ചീത്ത പറയുന്നുണ്ട് ഓന്തിനെ വെച്ചുകൊണ്ട്, കാരണം ഇതൊന്നും വയ്ക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പേടിയപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ധൈര്യമായിട്ട് വെക്കണം കേട്ടോ. ഈ കിളീനെ വെക്കാനുള്ള ധൈര്യമുള്ളൂ ഇങ്ങേർക്ക്, അല്ലാതെ ഓന്തൊന്നും കയ്യിൽ പിടിച്ചില്ലേ. ഭയങ്കര പേടി. അച്ഛനെ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നു അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛൻ പക്ഷീനെ എലീനെ എന്ത് വേണമെങ്കിലും അച്ഛൻ വെക്കാൻ റെഡി ആയിരുന്നു. പിന്നെ കുറേ ഉള്ളത് അമ്മ സമ്മതിച്ചില്ല കേട്ടോ വെക്കാൻ, ഇക്കിളിപ്പെടുന്നുണ്ടെന്ന് അച്ഛൻ പറയുന്നത്. പിന്നെ അച്ഛന് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പുറത്ത് പോകണതും എന്തെങ്കിലുമൊക്കെ സിനിമയ്ക്ക് പോകണതോ അല്ലെങ്കിൽ പുറത്ത് എന്തിനാണ്. അപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനും പോകുന്നതൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പക്ഷെ അമ്മയ്ക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ല. നമ്മൾ നിർബന്ധിച്ച് വരും. ഒന്നിലും ആഗ്രഹമില്ലാത്ത ഒരാളാണ് അമ്മ. എല്ലാറ്റിലും എൻ്റെ കിളീനെ പിടിച്ചിട്ടുണ്ട്. എല്ലാവരും കിളീനെ പിടിക്കാനുള്ള ധൈര്യം തന്നെ ഉള്ളൂ. പക്ഷെ അത് തലയിലേക്കൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വലിയ ധൈര്യമൊന്നുമില്ല, എന്നാലും വേണ്ടില്ല. നമ്മൾ കിളീനെങ്കിലും നമ്മൾ പോയിട്ട് പിടിച്ചെന്ന് പറഞ്ഞാൽ പാമ്പിനെ വരെ വെക്കേണ്ട ആൾക്കാർ. പക്ഷെ പാമ്പിനെ വെക്കുമ്പോൾ അമ്മ സമ്മതിച്ചിട്ടില്ല കേട്ടോ പാമ്പിനെ വെക്കാൻ. അച്ഛന് വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞപ്പോൾ എലി, വെള്ള എലി അങ്ങനെയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഇതിന് നമ്മൾ പണ്ടൊക്കെ ചെലിക്കൂട് വെച്ചിട്ട് പിടിക്കണത്, അതിനത് മേത്തൊന്നും വെക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ വെച്ചു. പിന്നെ ഇതിൽ കുറേ മൃഗങ്ങളെ കാണിക്കുന്നില്ല. ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം ഒരു വർഷമായിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട്. അതിൻ്റെ ബാക്കി വീഡിയോ ആണ്. അപ്പോൾ ഇതേ ഇങ്ങനെ കാണിക്കാം. ഒരുപാട് പക്ഷികളുണ്ട്. പിന്നെ നമുക്ക് എല്ലാ മൃഗങ്ങളെയും നമുക്ക് ഫീഡ് ചെയ്യാൻ ഫുഡ് തരും. അതായത് കുറച്ചേ തരുള്ളൂ, കാരണം എല്ലാവർക്കും വന്നവർക്ക് മുഴുവൻ കൊടുക്കണം. അപ്പോൾ ഓവർ ഫുഡാവും ഇത്ര അവർക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊടുക്കുന്നതൊക്കെ അവർ നല്ല ഭക്ഷണം കഴിച്ചിട്ട് മയങ്ങി കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഒരുവിധ ആൾക്കാർക്കും കൊടുക്കാൻ നമുക്ക് തരും, അവർ നമ്മളെ കൈ തരും, നമുക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കും. കുറേ പക്ഷികൾ പലതരം പൂച്ചകളും അതുപോലെ തന്നെ ഈ ഓന്ത് അങ്ങനത്തെ സ്നേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ആടുകളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിനൊക്കെ പോകില്ലേ, മത്സരത്തിനൊക്കെ കൊണ്ടുപോകണം അങ്ങനത്തെ ആടുകളുണ്ട്. പിന്നെ മരപ്പട്ടി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ കാണാത്തവരൊക്കെ പോയിട്ട് കാണും. പിന്നെ കുറേ കുട്ടികളതിനൊക്കെ ഇപ്പോൾ സ്കൂളിൽ നിന്നും ബാലവാടിയിൽ നിന്ന് വരെ അങ്ങനത്തെ സാധനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരുവിധ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. ഒരു 200 രൂപ എങ്ങാണ്ടാ തോന്നുന്നുണ്ട് ഇതിൽ ചാർജ് ആക്കണത്, വലിപ്പത്തിനനുസരിച്ചിട്ടാണ്. ഇതെന്താണെന്ന് മനസ്സിലായത്, മുള്ളം പന്നിയുടെ കുട്ടികളാണ്. അതിനൊക്കെ നമുക്ക് മേല് വെക്കാം കേട്ടോ. ധൈര്യമുള്ളവർക്ക് വെക്കാം. നമുക്ക് അത്ര ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനൊന്നും ട്രൈ ചെയ്തില്ല. ഒന്നാമത് എനിക്ക് പേടി, പിന്നെ ഒരു വഴുവഴുപ്പുള്ള സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ല. ഇത് നമ്മൾ ഇവിടെ ഉള്ളതല്ല, അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഓരോ തരം സ്നേക്കുകളാട്ടോ. പിന്നെ കുറേ തരം എലികളുണ്ട്. അധികം ഈ വൈറ്റ് കളറിൽ കാണുന്ന കേട്ടോ. പിന്നെ കുറേ പക്ഷി. ഇതിനിപ്പോൾ കൂട്ടുന്ന പുറത്തേക്ക് എടുക്കും. ഓരോ സ്ഥലത്തും നമുക്ക് അതിൻ്റെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് ആവശ്യമുണ്ട് വെച്ചെങ്കിൽ നമ്മൾ മേല് വെച്ച് തരും. ഇത് ഈ കല്ലിന് പറയാം, ആ കല്ലിൻ്റെ മുകളിൽ മാത്രം ഉണ്ടാവുന്നതാണ്. ഇത് കണ്ടില്ലേ, ഓന്ത് അങ്ങനത്തെ സാധാരണ ഒരു മൃഗശാലയിൽ പോയി കാണേണ്ട സാധനങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ പോലും നമുക്ക് വേർത്താണ്. കുട്ടികൾക്ക് നല്ല ഹാപ്പി ആയിരിക്കും. എന്തും അവിടുന്ന് പോരാനേ കണ്ടതിനെ വീണ്ടും പോയിട്ട് കാണുക, വീണ്ടും അത് ഉറങ്ങായിരുന്നു ഇത്ര, പിന്നെ എണീറ്റിട്ടുണ്ടെന്നാവാൻ പറയണത്. അല്ലാണ്ട് വേറെ എന്താ ചെയ്യുക, കുറേ റൗണ്ട് അടിച്ച് കാണാം. അങ്ങനെ പുറത്തേക്ക് പോകുന്നില്ല. അങ്ങനെ പോയിട്ട് അങ്ങനെ കണ്ടിട്ട് നമുക്ക് സേഫായിട്ട് പോകാം. ഞങ്ങൾ പോയ സമയത്ത് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഓണത്തിൻ്റെ സമയമായതുകൊണ്ട്. എന്നാലും സുഖമായിട്ട് പോയി. പിന്നെ അവരിങ്ങനെ വെള്ളം അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം അത്ര ചൂടൊന്നും അറിഞ്ഞിരുന്നില്ല. ചില സീസണിൽ പിന്നെ കുറച്ചും കൂടി മൃഗങ്ങൾ ഉണ്ടാവുന്നു. ചില സീസൺ അനുസരിച്ച് ചിലവർ പോയപ്പോൾ കുറച്ചും കൂടിയൊക്കെ കണ്ടിരുന്നു. പല വീഡിയോസിലും അങ്ങനെ കാണുന്നുണ്ട്, പലതും നമ്മൾ കാണാത്തതൊക്കെ. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ഫാമിലിയുടെ കൂടെയൊക്കെ ഒരു ട്രിപ്പ് പോകുമ്പോഴുള്ളൊരു സന്തോഷം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രം. പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പോകാത്തവരുണ്ടെങ്കിൽ കുട്ടികളെ കൂട്ടിയിട്ട് തീർച്ചയായിട്ടും പോവുക. വലിയ റേറ്റൊന്നും വരുന്നില്ല നമുക്ക്.
പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പോയിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ, ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ, അപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആണെങ്കിൽ പോയി കണ്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചെത്തുന്ന വിധത്തിൽ പോയിട്ട് കണ്ടിട്ട് വരാം. ഉച്ചയാകുമ്പോൾ പിന്നെ ചൂടുണ്ടോ, ചൂട് ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല കേട്ടോ, ഇനി ഇപ്പോൾ മാറിയിട്ടുണ്ടോ, സിസ്റ്റം മാറിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ നമുക്ക് സൂപ്പർ സ്ഥലമാണ് കേട്ടോ. പിന്നെ അല്ലാതെ എന്താ ചെയ്യുക, വീട്ടിൽ വെറുതെ ഇരുന്ന് അവിടേക്ക് ഇവിടേക്കൊക്കെ ഇങ്ങനെ പോകേണ്ടി വരും കുട്ടികൾക്ക്. ഞങ്ങളിവിടെ പോയിട്ട് പിന്നെ ബീച്ചിലും പോയി, ഞങ്ങൾക്ക് അതിനും കൂടിയുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കൊത്തുന്നുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നെ കൊത്തിയത്, നല്ല കുത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ സെക്ഷനിൽ കഴിഞ്ഞാൽ വീണ്ടും കിളികളുടെ സെക്ഷൻ, അത് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാട്ടോ. അപ്പോൾ നമുക്ക് അവർ തരും സൺഫ്ലവറിൻ്റെ സീഡ് അത് തരും. അപ്പോൾ നമുക്ക് പക്ഷേ കൈൻ്റെ മുകളിലേക്കൊക്കെ ചിലത് കൊള്ളുന്നുണ്ട്, കുറച്ച് കൊള്ളുന്നുണ്ട്. പിന്നെ ഒറ്റ കുത്തിന് അത് ഫുള്ളും നിലത്തേക്ക് ഇടും, ഒറ്റ കുത്തിന്. കുറേ ആൾക്കാരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ, അത് റൂമൊക്കെ അടച്ചിട്ട് നമ്മളതിനെ അതിൻ്റെ ഉള്ളിലാക്കും, നമുക്ക് കുറച്ച് നേരം തരും, അത് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങണം. ചില ആൾക്കാർ നല്ല ശരിക്ക് പിടിച്ചിട്ട് കുത്തുന്നുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ആരുമല്ല, ഒരാളിങ്ങനെ പാമ്പിനടുത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് നോക്കി അനങ്ങാണ്ട് കിടക്കുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് അവരുടെ, ആരാന്ന് പോലും എനിക്കറിയില്ല. പിന്നെ പിന്നെ താറാവ്, ഇതൊക്കെ നമ്മളെ നാട്ടിൽ കാണുന്നത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ വല്ല സ്ഥലത്ത് പോയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്കൊരു രസം. പിന്നെ നല്ല കുറേ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കണ്ടില്ലേ, ഈ ഭാഗത്താണ് നമുക്ക് എന്താ പറയുക, കുതിരയൊക്കെ ഉണ്ട്, അതിൻ്റെ മേൽ ഒന്നിരിക്കാം, ഓരോരുത്തരും ഇങ്ങനെ കാത്ത് നിൽക്കണം. ഓരോ കുട്ടികൾ ഇറങ്ങി ഒരു 5 മിനിറ്റ് ഇരിക്കും. വലിയ ആൾക്കാർക്ക് പറ്റില്ല, മോൾക്ക് പറ്റില്ല, അവൾ വെയിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവൾക്ക് പറ്റിയില്ല. ഇവൻ പോയിട്ട് ഇരുന്ന് സുഖമായിട്ട് ഇവൻ തുണക്കി പോയിരുന്നതാണ് അവളവിടെ. വെയിറ്റ് ഉള്ളവർക്ക് വലിയ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒന്ന് പോയിട്ട് ഇരുന്നിട്ട് അപ്പം തന്നെ ഇറങ്ങാം. എന്താ വെച്ചെങ്കിൽ ഈ മൃഗങ്ങളുടെ ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ എന്തായാലും. ഇതേ പന്നി കിടക്കണം, എന്തൊക്കെയോ അകത്താക്കിയിട്ട് നല്ല സുഖമായിട്ട് കിടന്നവർ. പിന്നെ അതുപോലെ തന്നെ ഇതിനും നമുക്ക് ഫീഡ് ചെയ്യാം. പക്ഷേ ഇത് ഫീഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ കൈയിൻ്റെ മുകളിലേക്ക് കുത്തുന്നുണ്ട്. ക്യാരറ്റാണ് തന്നിരിക്കുന്നത്. കണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക ഒക്കെ ചെയ്യാണ്. എൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ കൊത്തിക്കുന്നുണ്ട്. കൊത്തുമ്പോൾ മേത്ത് ഇട്ടുകൊണ്ടാണ് അടിയിലേക്ക് ഇങ്ങനെ വലിക്കുന്നത്. ആൾക്ക് നല്ല ധൈര്യമുണ്ട്, അതുകൊണ്ട് ആൾ കൊടുക്കുന്നുണ്ട്. ഈ സൈഡിലുള്ളതൊക്കെ നമ്മൾക്ക് ഇത് കണ്ടില്ലേ, ഇവരൊക്കെ ഇങ്ങനെ അവരേനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക, പന്തയത്തിനൊക്കെ കൊണ്ടുപോകില്ലേ, അതിന് പറ്റിയ ആൾക്കാരാണ് ഈ സൈഡിലിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു മീനിൻ്റെ ഒരു ചെറിയൊരു ഭാഗമുണ്ട്, അവിടേക്കും കൂടിയും കഴിഞ്ഞാൽ അതോടുകൂടി ഇത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മീനിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മളോട് പറയുമ്പോൾ ഒരു കൈ നന്നായി വാഷ് ചെയ്യാൻ. കാരണം എന്താ വെച്ചെങ്കിൽ ഇവരേനെയൊക്കെ തൊട്ടിട്ട് അങ്ങോട്ട് പോകുമ്പോൾ മീനുകൾ ചാവുകയാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് കൈ വാഷ് ചെയ്യാൻ പറയണം. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ കൊമ്പൊക്കെ കാണാൻ. ഒന്നും കാട്ടുന്നൊന്നുമില്ല, നമുക്ക് തൊടുകയൊക്കെ ചെയ്യാം കേട്ടോ, അതൊന്നുമില്ല, അവരൊന്നും ചെയ്യണമൊന്നുമില്ല. നല്ല ഭംഗിയുണ്ടല്ലേ അതിൻ്റെ കൊമ്പ് കാണാൻ, പ്രത്യേക ഷേപ്പ്. പക്ഷെ മൂർച്ചയുണ്ട് കേട്ടോ, നല്ല മൂർച്ചയുണ്ട് തൊട്ട് നോക്കുമ്പോൾ. കണ്ടില്ലേ മീനുകളെ തൊടുമ്പോൾ അവർ പറഞ്ഞു കൈ കഴുകി. ചിലവർ പറയണമൊന്നും കേൾക്കാണ്ട് കൈ കഴുകാണ്ട് അതിലില്ലേന്നൊരു ലേഡി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കൈ കഴുകിയിട്ട് മതി എന്ന് പറഞ്ഞു. ഇതോടുകൂടി കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക,